Question paper revision, chapter 15, waves, part 1. 2020 മാർച്ച് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. A steel wire has a length of 12 meter and a mass of 2.1 kilogram. What is the tension in the wire if the speed of transverse wave on a wire is 343 meter per second? അപ്പോൾ ലെങ്ത് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. നമ്മൾ ടെൻഷൻ കാണണം, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പോൾ അതിന്റെ ഫോർമുല നമുക്കറിയാം, V is equal to root of T by M ആണ്. ഇതിൽ M എന്ന് പറഞ്ഞാൽ പിന്നെ ലീനിയർ ഡെൻസിറ്റി ആണ്. ലീനിയർ ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ ലെങ്ത് ആണ്. M ലീനിയർ ഡെൻസിറ്റി, മാസ് ബൈ ലെങ്ത്. മാസ് 2.1 ആണ്, അതുപോലെ തന്നെ ലെങ്ത് 12 ആണ്. നമുക്ക് 0.175 കിലോഗ്രാം പെർ മീറ്റർ കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ടിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ T is equal to V square into M ആണ്. വിയുടെ വാല്യൂ എത്രയാണ്? 343 ആണ്. അപ്പോൾ 343യുടെ സ്ക്വയർ എടുത്തു ഇൻറ്റു 0.175. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 2588.575 ന്യൂട്ടൺ ആണ് ടെൻഷൻ. A transverse harmonic wave on a string is described by xt is equal to 3.0 sin 3060 plus 0.018x plus pi by 4, where x and y are in centimeters and t in second. First question, is this a traveling wave or a stationary wave? ഇത് ട്രാവലിംഗ് വേവ് ആണോ സ്റ്റേഷനറി വേവ് ആണോ എന്നുള്ളതാണ്. ഇത് ട്രാവലിംഗ് വേവ് ആണ്. ട്രാവലിംഗ് വേവിന്റെ ഇക്വേഷൻ ആണിത്. വാട്ട് ആർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി? അതിന്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും കാണണം. അപ്പൊ ഇവിടെ നമുക്കറിയാം, ഒരു ട്രാവലിംഗ് വേവിന്റെ ഫോർമുല നമുക്ക് ജനറൽ ഫോർമുല എങ്ങനെ എഴുതാം? y is equal to a sin omega t plus kx plus y ആണ്. ഇതിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് a എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇവിടെ ഇക്വലന്റ് ആയിട്ട് എയുടെ ഭാഗം എത്രയാണ് വരുന്നത്? 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംപ്ലിറ്റ്യൂഡ് is equal to a is equal to 3 സെന്റിമീറ്റർ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസി കാണാനാണ്. ഫ്രീക്വൻസി കാണാൻ നമുക്കറിയാം, ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു ഫ്രീക്വൻസി ആണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഫ്രീക്വൻസി ന്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π കൊടുക്കാം. ഈ ഇക്വേഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒമേഗ ടി ആണ്, ഇവിടെ ടിയുടെ അടുത്ത് ഏതാണ്? 36 ആണ്. അപ്പൊ ഒമേഗ എന്ന് പറഞ്ഞാൽ 36 ആണ് വരുന്നത്. അപ്പൊ ഒമേഗയ്ക്ക് വരാൻ നമ്മൾ 36 കൊടുത്തു, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 5.73 ഹെർട്സ് ആണ് കിട്ടുന്നത്. അടുത്തത്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഫേസ് അറ്റ് ദ ഒറിജിൻ? ഇനീഷ്യൽ ഫേസ് എത്ര വരുന്നത്? ലാസ്റ്റിൽ വരുന്ന ടേം ആണ് വരുന്നത്. ഇതാണ് നമ്മളെ ഇക്വേഷൻ, തന്നിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പൊ അതിൽ ഏതാണ് വരുന്നത്? ഈ ടേം ആണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? π/4 ആണ്. വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ്സ് ഇൻ ദ വേവ്? രണ്ട് ക്രസ്റ്റുകൾക്കിടയിലുള്ള സക്സസീവ് ഡിസ്റ്റൻസ് എത്രയാണ്? രണ്ട് ക്രസ്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. നമ്മൾ വേവ് ലെങ്ത് കാണണം. വേവ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഉപയോഗിക്കുന്നു. y is equal to a sin omega t plus kx plus pi എന്നുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് കെയുടെ വാല്യൂ നമ്മൾ കിട്ടുകയാണ്. കെയുടെ വാല്യൂ ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം, kx ആണ്, ഇവിടെ 0.018x ആണ്. അപ്പൊ k എന്ന് പറഞ്ഞാൽ 0.018 ആണ്. അപ്പൊ അത് നമ്മൾ കെയുടെ വാല്യൂ എഴുതി. k എന്ന് പറഞ്ഞാൽ 2π/λ ആണ്, is equal to 0.018. ഇതിൽ നിന്ന് ലാംഡ is equal to നമുക്ക് എന്ത് കിട്ടി? 2π/k കിട്ടും. കെയുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു 2π/0.018. അപ്പൊ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 348.8 സെന്റിമീറ്റർ. അടുത്തത് 2019 ഇംപ്രൂവ്മെന്റ് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. വൈൽ കണ്ടക്ടിങ് എ റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് ഇൻ ദ ലബോറട്ടറി യു ക്യാൻ ഹിയർ മാക്സിമം സൗണ്ട് അറ്റ് സർട്ടൻ ഹൈറ്റ്. അപ്പോൾ റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സ്ഥലങ്ങളിൽ മാക്സിമം സൗണ്ട് കേൾക്കുന്നുണ്ട്. വിച്ച് ഫിനോമിനൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫിനോമിനൻ ഏതാണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് റെസൊണൻസ്. ഈസ് റെസൊണൻസ് കോളം അപ്പാരറ്റസ് ഓപ്പൺ പൈപ്പ് ഓർ ക്ലോസ്ഡ് പൈപ്പ്? റെസൊണൻസ് കോളം അപ്പാരറ്റസ് ക്ലോസ്ഡ് പൈപ്പ് ആണോ ഓപ്പൺ പൈപ്പ് ആണോ എന്ന്? അതൊരു ക്ലോസ്ഡ് പൈപ്പ് ആണ്. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരെൻഡ് ക്ലോസ്ഡ് ഒരെൻഡ് ഓപ്പൺ ആണ്. ഓപ്പൺ പൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടെൻഡും ഓപ്പൺ ആയിട്ടുള്ളതാണ്. ഫൈൻഡ് ദ റേഷ്യോ ഫ്രീക്വൻസീസ് ഓഫ് ദി ഫസ്റ്റ് 3 ഹാർമോണിക്സ് ഇൻ ദ റെസൊണൻസ് കോളം അപ്പാരറ്റസ്. അപ്പോൾ റെസൊണൻസ് കോളം അപ്പാരറ്റസിലെ ആ റേഷ്യോ ഫ്രീക്വൻസീസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഫിഗർ ഇതാ വരച്ചു. ഫിഗറിൽ ഫസ്റ്റിലുള്ളത് ഫണ്ടമെന്റൽ ഓർ ഫസ്റ്റ് ഹാർമോണിക് ആണ്, പിന്നെ തേർഡ് ഹാർമോണിക്, ഫിഫ്ത് ഹാർമോണിക്, അങ്ങനെയാണ് വരുന്നത്. അതിന്റെ ലെങ്ത് L ആണ്. നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണ്. ഫസ്റ്റ് കേസിൽ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇത് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ആന്റിനോഡാണ്, ഇവിടെ നോഡാണ്. നോഡും ആന്റിനോഡും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ λ/4 ആണ്. അപ്പൊ ഫസ്റ്റ് കേസിലാവുമ്പോൾ L is equal to എന്ത് വന്നു? λ1/4. ഇതിൽ നിന്ന് λ1 is equal to 4L നമ്മൾ എടുത്തു.
അതിൽ നമ്മൾ ന്യൂ വണ്ണിന്റെ വാല്യൂ കാണുകയാണ്. ന്യൂ വൺ ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ വൺ. ലാംഡ വണ്ണിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 4L കൊടുക്കുന്നു. നമ്മൾ സെക്കൻഡ് കേസ് കാണാം. സെക്കൻഡ് കേസ് കാണുന്ന സമയത്ത് L ഈസ് ഈക്വൽ ടു എത്ര വരിക? 3 ലാംഡ 2/4 ആണ്. എന്ന് പറഞ്ഞാൽ ഈ നോഡിൽ നിന്ന് നോഡിലേക്ക് അര ലാംഡ വന്നു, ലാംഡ ബൈ 2 വന്നു. പിന്നെ ഇവിടുന്ന് ഈ നോഡിൽ നിന്ന് ആന്റി നോഡിലേക്ക് ലാംഡ ബൈ 4 വന്നു. അപ്പൊ നമുക്ക് 3/4 ലാംഡയാണ് കിട്ടുന്നത്. 2 ലാംഡ സെക്കൻഡ് കേസ് ആയതുകൊണ്ട് 2 എന്ന് കൊടുത്തു. ഇതിൽ നിന്ന് നമ്മൾ ലാംഡ 2 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 4L/3 എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് ന്യൂ വൺ ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ 2 ആണ്. ലാംഡ 2ന് പകരം 4L/3 കിട്ടി. അപ്പൊ 3 ഇൻറ്റു വി ബൈ 4L ആയി. വി ബൈ 4Lന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ട് ന്യൂ വൺ ആണ്. നമ്മൾ എന്ത് കൊടുത്തു? 3 ന്യൂ വൺ കൊടുത്തു. ഇനി തേർഡ് കേസിൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ L ഈസ് ഈക്വൽ ടു 5 ലാംഡ ബൈ 4 ആണ്. 5 ലാംഡ 3/4 ആണ്. തേർഡ് കേസ് ആയതുകൊണ്ട് 3 എന്ന് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ ലാംഡ 3 ഈസ് ഈക്വൽ ടു 4L/5. നമ്മൾ ന്യൂ 3 ഈസ് ഈക്വൽ ടു വി ബൈ ലാംഡ 3. ലാംഡ 3ക്ക് പകരം 4L/5 കൊടുത്തു. 5 നേരെ മുകളിലേക്ക് പോയി. 5 ഇൻറ്റു വി ബൈ 4L. വി ബൈ 4Lന്റെ വാല്യൂ നമുക്ക് ഇവിടെ അറിയാം എന്തിന് ഈക്വൽ ആണ്? ന്യൂ വണ്ണിന് ഈക്വൽ ആണ്. അപ്പൊ 5 ന്യൂ ആണ്. അപ്പൊ റേഷ്യോ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 1 ന്യൂ വൺ ആണ്, പിന്നെ ഏതാണ്? 3 ന്യൂ വൺ ആണ്, 5 ന്യൂ വൺ ആണ്. അപ്പൊ നമുക്ക് ന്യൂ 1 ഈസ് ടു ന്യൂ 2 ഈസ് ടു ന്യൂ 3 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1 ഈസ് ടു 3 ഈസ് ടു 5 എന്ന് കിട്ടി. അടുത്തത് എ വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ yxt is equal to 0.005 sin 80.0x minus 3.0t in which the numerical constants are in SI units. Calculate the wavelength and frequency of the wave. അപ്പോൾ വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. നമ്മൾ ഇതാണ് ഇക്വേഷൻ വരുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവലിംഗ് വേവില് kx മൈനസ് ഒമേഗ. ഇവിടെ നമ്മൾ ഫൈ ഒഴിവാക്കിയിട്ടുണ്ട് മാത്രം. അപ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കെയുടെ വാല്യൂ ആണ് ഇവിടെ ഏത് വരുന്നത്? 80 എന്ന് വരുന്നത്. ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി, കെയുടെ വാല്യൂ എത്ര വരുന്നത്? 80 ആണ് വരുന്നത്. കെ എന്ന് പറഞ്ഞാൽ 2π ബൈ ലാംഡയാണ്. അപ്പോൾ അത് 80 ആണ് വരുന്നത്. ഇതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ നമുക്ക് കാണാം. ലാംഡ ഇസ് ഈക്വൽ ടു 2π ബൈ കെ എന്ന് വരും. 2π ബൈ 80 2 ഇൻറ്റു 3.14 ഡിവൈഡഡ് ബൈ 80. അപ്പോൾ 0.0785 മീറ്റർ കിട്ടി. ഇനി നമ്മൾ ഫ്രീക്വൻസി കാണണം. ഫ്രീക്വൻസി കാണാൻ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ ആണ്. അപ്പോൾ ന്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π വന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒമേഗയുടെ വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ ടി ആണ് ഇവിടെ വരുന്നത്. ഇവിടെ 3.0t ആണ്. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 3 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒമേഗയ്ക്ക് വരെ 3 കൊടുത്തു. 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.477 ഹെഡ്സ്. ഡ്രോ ഡയഗ്രംസ് ഷോയിങ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ഹാർമോണിക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പിലെ ഫസ്റ്റ് ആൻഡ് തേർഡ് ഹാർമോണിക്സിന്റെ ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാർമോണിക് ആണ്, പിന്നെ തേർഡ് ഹാർമോണിക് ആണ് പിന്നെ വരുന്നത്. ഇതാണ് ആ ഫിഗർ. അടുത്തത് റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻ ടേംസ് ഓഫ് ലെങ്ത് ഓഫ് ദി പൈപ്പ്. അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി പറഞ്ഞാൽ ഫസ്റ്റ് ഹാർമോണിക്കിന്റെ ഫ്രീക്വൻസിയുടെ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്താണ്. ഫോർമുല മാത്രം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ന്യൂ വൺ ഈസ് ഈക്വൽ ടു വി ബൈ 4L. അടുത്തത് transverse harmonic wave on a string is described by yxt is equal to 3.0 sin 36 plus 0.018x plus pi by 4 x and y are in centimeter and t is in seconds. The positive direction of x is from left to right. Is it a traveling wave or stationary wave? നേരത്തെ നമ്മൾ കണ്ടതാണ്, അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്താണ്. ട്രാവലിംഗ് വേവ് ആണ്. അടുത്തത് ഇഫ് ഇറ്റ് ഈസ് എ ട്രാവലിംഗ് വേവ് വാട്ട് ആർ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. സ്പീഡും ഡയറക്ഷനും ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ ആണ് ഫോർമുല വരുന്നത്. ഒമേഗയുടെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് ഏതാണ്? 36 ആണ്. അതുപോലെ തന്നെ കെയുടെ വാല്യൂ എത്രയാണ്? 0.018 ആണ്. ആ രണ്ട് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2000 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുന്നത്. ഇനി അതിന്റെ ഡയറക്ഷൻ നമ്മൾ ട്രാവലിംഗ് വേവിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മൈനസ് വാല്യൂ വരുമ്പോഴാണ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ വരുന്നത്. ഇത് പ്ലസ് വാല്യൂ ആണ് വന്നത്. അതുകൊണ്ട് എന്താണ്? വേവ് ഈസ് ട്രാവലിംഗ് അലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അടുത്തത് വാട്ട് ആർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. അതിന്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും. ഇതാണ് നമ്മൾ ഇക്വേഷൻ തന്നിട്ടുണ്ട് ഇവിടെ. നമ്മൾ അതൊന്നുകൂടി എടുത്ത് എഴുതിയതാണ്. ഇനി കമ്പയർ ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് കാണാം. എക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് എ ആണ് ആംപ്ലിറ്റ്യൂഡ്. എക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്? 3 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഇനി ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ ആണ്. അതിൽ നിന്ന് ന്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π. ഇവിടെ ഒമേഗ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒമേഗ ഇസ് ഈക്വൽ ടു ഏതാണ്? 36 ആണ്. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14.
is equal to 5.37 hertz. അടുത്ത what is the least distance between two successive crests in the wave? രണ്ട് ക്രസ്റ്റുകൾക്കിടയിലുള്ള ആ ഡിസ്റ്റൻസ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അത് വേവ് ലെങ്ത് ആണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ k is equal to 2π/λ ആണ്. ഇവിടെ k കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും k is equal to എത്രയാണ് 0.018 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലാംഡ is equal to എന്ത് കിട്ടി 2π/k is equal to 2π/0.018 is equal to 2 into 3.14 divided by 0.018. അപ്പോൾ 348.8 സെന്റിമീറ്റർ ആണ്.